എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് ആട് ജീവിതം ദ ഗോഡ് ലൈഫ് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer. ഒരു ട്രailer ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ലീക്കായതായിരുന്നു. യെസ്, ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇവർ ഔട്ട് ചെയ്തൊരു സാധനമുണ്ട്. പക്ഷേ അപ്പോഴും ചെറുതായിട്ടൊന്ന് വൈകിട്ടുണ്ട്. ശരിക്കും ആടുജീവിതം പോലെയായിരുന്നു. ഈ 12 മണി മുതൽ നോക്കിയിരിക്കാൻ തുടങ്ങിയതാ. പൃഥ്വിരാജിന്റെ ഫേസ്ബുക്കിൽ കയറുന്നു, നോക്കുന്നു, ഇറങ്ങി വരുന്നു, 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കയറുന്നു, നോക്കുന്നു. ഇത് തന്നെ പണി. പിന്നെ അത് മാത്രല്ല, ആ ഒരു എഫക്റ്റ് ശരിയായ രീതിയിൽ കിട്ടാനേ നല്ല ചൂടും സത്യം ഉരുകയാണ് ഇവിടെ. ഇത് 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ, അതെ, ചൂടിന്ന് കുറച്ചെങ്കിലും ഒന്ന് രക്ഷണം. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ചൂടാൻ കൂടുക. അപ്പം ഇത് പെട്ടെന്ന് വന്നിട്ട് ഇത് പെട്ടെന്ന് തീർക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ വരുന്നു? എന്തായാലും 1 മിനിറ്റ് 38 സെക്കൻഡിൻ്റെയും ഒരു സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിന് മുൻപ് വന്ന ആ ഒരു ട്രെയിലർ അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. അതായത് ക്ലാസി, അതല്ലാതെ അതിനും മേലെ അതിന് പറയാനില്ല. അതൊരു 3.5 മിനിറ്റോളം ഉണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ. അതിൽ നിന്ന് കുറേ സംഭവങ്ങൾ ലീക്ക് ആയതുപോലെ ആയിപ്പോയി. അതായത് ഇത്രയൊന്നും ശരിക്കും ട്രെയിലർ കൊടുക്കാൻ പാടില്ലായിരുന്നു അതിന്റെ. അത് ഭയങ്കരമായിട്ടുള്ള സാധനം. അത് ശരിക്കും അവാർഡിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങാണ്ട് ചെയ്ത ട്രെയിലറായിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ട്രെയിലർ ഇതിന്റെയൊക്കെ ഇത്രേ പാടുള്ളൂ. കാരണം ഇത് സിനിമ അതിനകത്ത് പോയി കണ്ട് മനസ്സിലാക്കേണ്ട സാധനമാണ്. എന്തായാലും അതിൽ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. അതോ പുതിയതാണോ, തികച്ചും പുതിയതാണോ എന്നുള്ളത് കണ്ടറിയാം. പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും കാണാം. യെസ്, ഓക്കെ, റെഡി. ഇത്രയല്ല अंदर से कोई बाहर ना जा सके, സ്റ്റോറി. अंदर से कोई बाहर ना जा सके. ജാതി ഫ്രെയിമുകളാ. ബെന്യാമിൻ अंदर से कोई बाहर ना जा सके. മാർച്ച് 28. പൊളി സാധനം. എൻ്റെ അമ്മോ, ശരിക്കും പറയട്ടെ, ഇത് ഓസ്കാർ ലെവൽ എന്ന് പറയാൻ പറ്റും. ഇതിന് 1, 2 അനവധി അവാർഡുകൾ വാരി കൂട്ടാൻ പോണം മുതലായിരിക്കും. സത്യമായിട്ടും അത് നമുക്ക് ഓരോ സമയത്തും ഓരോ വിഷ്വലിലും നമുക്കിതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു ചെറിയൊരു ഷോട്ടാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഭീകരതയും സാധാരണ സാധനം അല്ല എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. സത്യം. അതിലെ ഓരോ ഷോട്ടും എല്ലാം കൊണ്ടും എന്തെന്നറിയോ, ഈ നോവല് വായിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഏത് രീതിയിലാണ് ആ നോവല് നമുക്ക് തന്നിട്ടുള്ളത് അതേപോലത്തെ വിഷ്വൽ. ഇപ്പൊ ആ ഒരു വെള്ളം കിട്ടാത്ത സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കോരുന്ന സമയത്താണ് അവർ ആ വെള്ളത്തിൽ കിടക്കുന്ന സീൻ കാണിക്കുന്നത്. അതായത് നജീബും വൈഫും കൂടി വെള്ളത്തിൽ കിടക്കുന്ന സീൻ. അപ്പം ഈ ദാഹം എന്ന് പറഞ്ഞ സമയത്ത് ചിന്തിക്കുന്നത് നാട്ടിലെ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഓരോ സംഭവങ്ങളും ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആക്കി തന്നുകൊണ്ടാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമായിട്ട്. ആടിന്റെ കണ്ണ് ക്ലോസ് വെച്ചിട്ടേ തുറക്കുമ്പോ കണ്ടോ. പിന്നെ അതേപോലെ തന്നെ കയ്യ്, കാല് എല്ലാം കറക്റ്റ് ആന്ന്. ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്കിത് കണ്ടിട്ട് ഒരു തുള്ളി പോലും അല്ലെങ്കിൽ അയ്യോ ഇത് അതുപോലെ ആയില്ലല്ലോ എന്ന് തോന്നിയിട്ടില്ല. അതായത് നമ്മുടെ പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊക്കെ മേലെ തന്നെയാണ്. ഇപ്പൊ അന്ന് വന്ന ട്രെയിലറും ഇപ്പൊ വന്നിരിക്കുന്ന ഐറ്റവും ഇത് ഒരു രക്ഷയുണ്ടാവില്ല. പൊളി സാധനമാണിത്. മാർച്ച് 28-ന് തിയേറ്ററിൽ നമ്മൾ ഞെട്ടുന്നല്ല. അതായത്
മലയാള സിനിമ കണ്ടിട്ട് മറ്റ് ഇൻഡസ്ട്രിക്കാർ ഞെട്ടും, ഞെട്ടിത്തായിരിക്കും. ഉറപ്പായിട്ടും. കാരണം ഇനി വേറെ സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആടുജീവിതം ഇതിന്റെ ഫസ്റ്റത്തെ ട്രെയിലർ വന്നപ്പം അതിന്റെ റിയാക്ഷൻ ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. അതിൽ തന്നെ കുറെ ഫോറിനേഴ്സ് ഈ സാധനം എടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം ഇനിയിപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം പറയാലോ, നജീബിനെ ഫസ്റ്റ് കാണുന്ന ഒരാള് ആ ലാസ്റ്റിലേക്ക് വരുമ്പോ ഇത് നജീബ് തന്നെയാണോ, ഇതാരാണെന്ന് തോന്നിപ്പോവും. എടാ സത്യം പറയട്ടെ, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിൽ വന്നൊരു വേദന ഉണ്ട്. അതായത് നജീബിന്റെ കഥാപാത്രം ആടുജീവിതം എന്ത് എന്നുള്ളതൊക്കെ പോട്ടെ, പൃഥ്വിരാജ് എന്ന നടൻ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അത് കാലഘട്ടങ്ങൾ കൊണ്ട് കൊടുത്തതാണ്. അത് വർഷങ്ങളുണ്ട് അതിന്റെ പിന്നിലുള്ള പ്രയത്നം. അപ്പോൾ അതൊന്നും വെറുതെ ആയി പോയല്ലേ എന്നുള്ളതാണ് മനസ്സിൽ തോന്നിയത്. സത്യമായിട്ടും ഇതിനെക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ പറഞ്ഞൊരു സംഭവം കൂടി പറയാം. ഇതിന്റെ കൂടെ ആള് പറഞ്ഞിട്ടുണ്ട്, ഇത് നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി 98 കിലോയാക്കി. അതിനുശേഷം നജീബിന്റെ തന്നെ സൗദിയിലുള്ള ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് 67 കിലോയായി. 31 കിലോയാണ് മനുഷ്യൻ കുറച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയിലൂടെ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി കൂട്ടും, പിന്നെ വീണ്ടും കുറച്ചിട്ട് ഇങ്ങോട്ട് വരണം. കാരണം ഷെഡ്യൂള് പല സമയങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ശരിക്കും പിന്നെ എവിടെയൊക്കെ പോയിട്ടാ ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്താലേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാളിയാ, പലരും പല സിനിമയ്ക്ക് വേണ്ടിയും എഫേർട്ട് എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചെയ്യുന്ന എഫേർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വർഷങ്ങളോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എഫേർട്ട് എടുത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വേറെ ആളുണ്ടാവൂല. ശരിക്കും വേറെ ആരും, ഒരു നടനും ഉണ്ടാവില്ല, ഒരു സംവിധായകൻ ഉണ്ടാവില്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരും ഉണ്ടാവില്ല. സത്യമായിട്ടും. അതായത് 14 വർഷത്തിനടുത്ത് ഇതിന് കണക്കുണ്ട്. ഏത് ചെയ്യണമെന്ന് പറഞ്ഞ അന്ന് മുതലുള്ള എത്ര കാലം അതിനു വേണ്ടിയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. സാധാരണ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് എത്ര ഉണ്ടാവുക? അതെ, ഇത് 14 വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. വേറെ ലെവല്. അത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, സിനിമ ഉണ്ടാവില്ല. ഇത് എങ്ങനെ എണ്ണം പറഞ്ഞ് അല്ലെങ്കിൽ ഏറ്റവും എണ്ണം പറയുന്നതിനകത്ത് ഏറ്റവും മുന്നിൽ, അതായത് ഫസ്റ്റിൽ വരാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സിനിമയായിരിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലും. ഇത് ആരൊക്കെയോ പറയുന്നത് കേട്ട്, ആടുജീവിതം എന്ന് പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, അതിനെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും റിലീസ് പോലും മാറ്റി വെച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതായത് പൃഥ്വിരാജിനെ പേടിച്ചിട്ടല്ല, മറ്റു സിനിമ പൃഥ്വിരാജിനെ പേടിച്ചിട്ടല്ല, ആടുജീവിതം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കഥയെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും. കാരണം സത്യമാണ്, മലയാളം അതായത് ആടുജീവിതം എന്ന സിനിമയാക്കാൻ തയ്യാറാകാതിരുന്നതേ ഇങ്ങനൊരു സ്റ്റോറി, അതും ആ ഒരു കാര്യത്തിലും കൂടി ഞാൻ പറയാണ്. ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. കാരണം എടുത്ത പൊന്തൂല എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ശരിക്കും ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ്. അത് ഈ രീതിയിൽ, അതും നമ്മൾ കഥ എങ്ങനെയാണോ വായിക്കുന്നത് അതേ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് തരിക എന്ന് പറഞ്ഞാൽ സത്യം. അതായത് നമ്മളിപ്പോ സിനിമ കണ്ടിട്ടില്ല, അതായത് നമ്മുടെ ഉള്ളിൽ ഓരോ ഫ്രെയിമുകളുണ്ട്, വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചിന്തിക്കാം. അതിന് ഇമാജിനേഷൻ ഒരിക്കലും എവിടെയെങ്കിലും അതിർവരമ്പുകളില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ക്യാമറയിലാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. എന്നാൽ അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക്, അതായത് പക്കയായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ തോന്നിപ്പിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ. ഇതിനകത്ത് ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടല്ലോ. അതിനെ വേറൊരു കാര്യം പറയാം, ഈ ആടുജീവിതത്തിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതേ സെയിം സാധനം തന്നെ നമ്മുടെ മുന്നിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴാണ് ഞെട്ടൽ വരുന്നത്. ആ ചെരുപ്പാണെങ്കിലും അതേപോലെ തന്നെ കയ്യിലെ നീളം, അതൊക്കെ അതേപോലെ തന്നെ കറക്റ്റ് എഴുതി വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. ലൊക്കേഷൻ ഉണ്ടല്ലോ, ലൊക്കേഷൻ മരുഭൂമി എന്നുള്ളത് മാത്രമാണ്. അതിനിപ്പോ എന്തെങ്കിലും പ്രത്യേകത ഇല്ല. എന്നാൽ മരുഭൂമി പല പല രീതിയിലുണ്ട്, പല രീതിയിൽ. അതായത് ഉയർന്നു നിൽക്കുന്ന പാറകളുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ ഇവര് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, പിന്നെ എവിടെ അറ്റവും കാണാതെ ഏതറ്റവും കാണാത്ത കറക്റ്റ് സെന്ററിലുള്ള ഏരിയകളുണ്ട്. അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ഇവര്. ആ പാമ്പ് വരുന്ന സംഭവമില്ലേ, അത് അതേപോലെ തന്നെ ഉള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് വന്ന് എത്തിപ്പെടുന്നതിന്റെ ഒരു സാധനമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ആ പാമ്പുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ സംഭവത്തിലേക്ക് പോയി, അയ്യോ അതാ ഇത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണല്ലോ. അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുക, ഒരു രക്ഷയില്ല. 28-ാം തീയതി ഒന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്.
ഇത് മറ്റുള്ള ഇനിയിപ്പോ നിങ്ങളിപ്പോ ഞങ്ങളിത് പറഞ്ഞേക്കും പറയും ഇനിയിപ്പോ അതിന് അവന്മാര് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൽ ഞങ്ങളിപ്പോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തെറി വിളിച്ചോ, എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും വണ്ടടിച്ചിരിക്കുകയാണ് ഇപ്പോഴും. അതായത് ഇത് സിനിമയായിട്ട് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ചെറുതൊന്നല്ല കേട്ടോ. അത് ട്രെയിലറൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ കാണുമ്പോഴേ ഇത്ര കാണുമ്പോ തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അഭിമാനം തോന്നുന്നുണ്ട് ശരിക്കും. സിനിമ ഇറങ്ങിയിട്ടില്ല, ഈ ഒരു ട്രെയിലർ കൊണ്ട് പോലും നമുക്കങ്ങനെ നെഞ്ചു പിരിച്ച് എവിടെയും കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു സാധനം വരാണ്ട് കേട്ടോ മലയാളത്തിൽ നിന്ന്. എല്ലാം കളർ ഗ്രേഡിങ് കറക്റ്റ് ആവണം, പിന്നെ BGM ആണെങ്കിലും മ്യൂസിക് എല്ലാത്തിലും സാധനം AR റഹ്മാൻ പൊളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.